കുറച്ചുകൂടി എന്തായി ഷാർപ്പായി, കുറച്ചുകൂടി മൂർച്ചയുള്ളതായി, കുറച്ചുകൂടി കട്ടി കുറഞ്ഞു ചെറുതായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ലിംഗാടിസ്ഥാനത്തിൽ തൊഴിൽ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക, വേട്ടയാടാൻ വേണ്ടിയിട്ട് പുരുഷന്മാരും കായികനികളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളും എന്ത് ചെയ്തു? ഈ ഒരു മാറ്റത്തിനെയാണ് മക്കളെ ഗോൾഡൻ ചൈൽഡ് എന്ത് പേരിട്ട് വിളിച്ചത്? നവീന ശിലായുഗ വിപ്ലവം എന്ന പേരിട്ട് വിളിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പ്രാചീന ശിലായുഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, പ്രാചീന ശിലായുഗത്തിൻ്റെയും നവീന ശിലായുഗത്തിൻ്റെയും നടുക്കുള്ള ഒരു കാലഘട്ടമുണ്ട്. ഇതാണ് മധ്യശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മക്കൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാലിയോസ്, ലിത്തോസ്. പാലിയോസ് എന്ന് പറഞ്ഞാൽ പ്രാചീനം എന്നർത്ഥം, ലിത്തോസ് എന്ന് പറഞ്ഞാൽ കല്ല് അല്ലെങ്കിൽ ശില എന്നർത്ഥം. രണ്ടും ഗ്രീക്ക് പദങ്ങളാണെന്ന് അറിയാലോ. അതേപോലെ തന്നെ രണ്ട് ഗ്രീക്ക് പദങ്ങൾ നമുക്ക് എന്താണ് ഇവിടെയും പഠിക്കാനുണ്ട്. ഒന്ന് മെസോസ് ആണ്, രണ്ട് ലിത്തോസ് ആണ്. ഓക്കെ അല്ലേ? മെസോസ്, അതേപോലെ തന്നെ ലിത്തോസ്. ലിത്തോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്താ ലിത്തോസ് എന്ന് പറഞ്ഞാൽ? ശില എന്നാണ് അർത്ഥം, കല്ല് എന്നർത്ഥം. മെസോസ് എന്ന് പറഞ്ഞാൽ മധ്യം അല്ലേ, നടുഭാഗം എന്നർത്ഥം. അപ്പോൾ നോക്കിയേ, മെസോസ്, ലിത്തോസ്, മധ്യം, ശില അല്ലേ, മധ്യശിലായുഗം എന്ന് അർത്ഥം. ഇനി എന്താണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്? മറ്റൊന്നുമല്ല, നമുക്കറിയാം പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യന്മാർ വേട്ടയാടാൻ വേണ്ടിയിട്ട് പരുക്കൻ ശിലകളായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ, കട്ടി കൂടിയ പരുക്കൻ ശിലകൾ ഉപയോഗിച്ചു. പക്ഷേ മധ്യശിലായുഗമാകുമ്പോഴത്തേക്ക് ഈ ഒരു പരുക്കൻ ശിലയിൽ നിന്ന് കാര്യങ്ങളെല്ലാം മാറാൻ വേണ്ടി തുടങ്ങി. ആ മാറ്റമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. നിങ്ങൾ നോക്കിയേ, ഓരോരോ ശിലയും ഇതേപോലെ പരുക്കൻ ശിലയാണോ? അല്ല അല്ലേ, വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി എന്തായി ഷാർപ്പായി, കുറച്ചുകൂടി മൂർച്ചയുള്ളതായി, കുറച്ചുകൂടി കട്ടി കുറഞ്ഞു ചെറുതായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആദ്യത്തെ പോയിന്റ് പഠിക്കാനുള്ളത്. എന്താണ്? പ്രാചീന ശരീരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളവയേക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് പിന്നീട് വരാൻ വേണ്ടി തുടങ്ങിയത്. ഇതെന്ത് പേരിൽ അറിയപ്പെടുന്നു? മൈക്രോലിത്തുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്, അഥവാ സൂക്ഷ്മശിലകൾ എന്ന് ആയുധങ്ങളൊക്കെ അറിയപ്പെടുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ്? സൂക്ഷ്മശിലായുധങ്ങൾ അക്കാലത്തെ മനുഷ്യന്മാർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ഏതിൽ നിന്നും മാറിയിട്ട്, പരുക്കൻ ശിലയിൽ നിന്നും മാറിയിട്ട് സൂക്ഷ്മശിലകൾ അവർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ഇതാണ് ഒന്നാമത്തെ മാറ്റം. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെ, അതായത് മധ്യശിലായുഗത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്നുള്ളതാണ് പഠിക്കാനുള്ളത്. ഒന്നാമതായിട്ട് നമ്മളിപ്പം പറഞ്ഞ സാധനം തന്നെയാണ് ഇതെന്ന്, മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. രണ്ടാമത്തെ എന്താണ്? വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമായിട്ട് വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം പ്രാചീന ശിലായുഗത്തിൽ പ്രധാനമായിട്ടും വേട്ട അല്ലേ, വേട്ടയാടലുണ്ടായിരുന്നു. അതേപോലെ തന്നെ കായികനികൾ എന്ത് ചെയ്യുക? ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ശേഖരണമൊക്കെ ഉണ്ടായിരുന്നു. മധ്യശിലായുഗമാകുമ്പോഴത്തേക്ക് ഇതിലെന്താന്ന് ഒരു മാറ്റം വന്ന് ചേർന്നു. മറ്റൊന്നുമല്ല, എന്താന്ന് അല്ലേ, മീൻപിടുത്തം. ഓക്കെ, മീൻപിടുത്തം എന്താണ്? അവരുടെ ഉപജീവന മാർഗമായിട്ട് മാറി എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. മൂന്നാമത്തെ എന്താണ്? മൃഗങ്ങളെ ഇണക്കി വളർത്താൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗം ഏതാണ്? അത് നായയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നാലാമത്തേത് വിനോദങ്ങളിൽ ഏർപ്പെട്ടു. അഞ്ചാമത്തേത് ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം. മക്കൾ നോക്കിയേ, തൊഴിൽ എന്താന്ന്? ഒന്ന് വേട്ടയാടലല്ലേ, രണ്ട് ശേഖരണമല്ലേ, മീൻപിടുത്തമൊക്കെ അല്ലേ, നമുക്കറിയാം. അപ്പോൾ ലിംഗാടിസ്ഥാനത്തിൽ തൊഴിൽ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക, വേട്ടയാടാൻ വേണ്ടിയിട്ട് പുരുഷന്മാരും കായികനികളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളും എന്ത് ചെയ്തു അല്ലേ, നിയോഗിക്കപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതാണ് ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 5 പോയിന്റ് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ. ഇതും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സൈറ്റുകൾ, മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് സ്റ്റാർക്കാർ, എവിടെയാണ്? ഇംഗ്ലണ്ട്. രണ്ടാമത്തേത് ഫാഹിയാൻ ഗുഹ, എവിടെയാണ്? ശ്രീലങ്ക. മൂന്നാമത്തേത് നമ്മളുടെ രാജ്യം തന്നെയാണ്, സരൈ നഹറായ്, എവിടെ? ഇന്ത്യയിലെ ഉത്തർപ്രദേശ്. ക്ലിയർ അല്ലേ? ഇനി ഇങ്ങോട്ട് നോക്ക്, സ്റ്റാർക്കാർ, ഇംഗ്ലണ്ട്. ഇവിടെ നിന്നാണ് മക്കളെ ആദ്യമായിട്ട് മനുഷ്യൻ മരപ്പണിയൊക്കെ ചെയ്തതിൻ്റെ തെളിവുകളൊക്കെ ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? മരപ്പണി അന്നത്തെ കാലത്തെ മനുഷ്യന്മാർ ചെയ്തിരുന്നു എന്നുള്ള തെളിവ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അത് സ്റ്റാർക്കാറിൽ നിന്നുമാണ്. മാത്രമല്ല, ഈ ഒരു സമയത്ത് മനുഷ്യന്മാർ എവിടെയും സ്ഥിരതാമസമാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ അല്ലേ, ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനം നമുക്ക് കാണാൻ പറ്റുന്നത് താൽക്കാലികമായിട്ട് മനുഷ്യന്മാരെന്തിട്ടുണ്ട്? ഈ ഒരു പ്രദേശം, സ്റ്റാർക്കാർ എന്ന് പറഞ്ഞ പ്രദേശത്ത് അല്ലേ, മനുഷ്യന്മാർ അധിവസിച്ചിട്ടുണ്ടായിരുന്നു.
സ്ഥിരതാമസമല്ല, താൽക്കാലിക വാസസ്ഥലമായിരുന്നു എന്തെന്ന് സ്റ്റാർക്കാർ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നവീന ശിലായുഗം. ഇവിടെയും നമുക്ക് 2 ഗ്രീക്ക് വേർഡുകൾ പരിചയപ്പെടാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ്? ഒന്ന് നിയോസ് ആണ്, 2 ലിത്തോസ് ആണ്. നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ്. ഗ്രീക്ക് പദങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നിയോസ് ആണ്. ഓക്കെ അല്ലേ? നിയോസ്. അടുത്തതോ ലിത്തോസ്. പറയേണ്ട ആവശ്യമില്ല, ലിത്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശില എന്നർത്ഥം. നിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം നവീനം അഥവാ പുതിയത് എന്നർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ ലിത്തോസ്, നിയോലിത്തിക്, നവീന ശിലായുഗം എന്ന് അർത്ഥം. ഇനി ഒരു വ്യക്തിയുടെ പേരും ഒരു പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. വ്യക്തിയുടെ പേര് ഗോർഡൻ ചൈൽഡ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്താണ്? നവീന ശിലായുഗ വിപ്ലവം എന്ന ആ ഒരു വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചാറാണ് അത് ഗോർഡൻ ചൈൽഡാണ്. ഓക്കെ. ഇനി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണെന്ന് മാൻ മേക്സ് ഹിംസെൽഫ് അഥവാ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്നുള്ളത്. ഈ പുസ്തകത്തിൻ്റെ പേര് പഠിച്ചു വെക്കണേ. മാൻ മേക്സ് ഹിംസെൽഫ് അഥവാ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. ആരെഴുതിയ പുസ്തകമാണ്? ഗോർഡൻ ചൈൽഡ് എഴുതിയ പുസ്തകമാണ്. ഈ ഒരു പുസ്തകത്തിലാണ് മക്കളെ നവീന ശിലായുഗത്തിന് എന്താണ് ആ ഒരു വലിയ മാറ്റത്തിനെ നവീന ശിലായുഗ വിപ്ലവം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി എന്താ ഒരു മാറ്റം എന്ന് പറഞ്ഞത്? മറ്റൊന്നുമല്ല, മാറ്റം എന്ന് പറഞ്ഞത് നവീന ശിലായുഗമാകുമ്പോഴത്തേക്ക് മനുഷ്യന്മാർ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കാൻ വേണ്ടി തുടങ്ങി. ആ സ്ഥിരതാമസമാക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഘടകമാണിതെന്ന് കൃഷിയുടെ ആരംഭം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ കൃഷി അവരെന്താണെന്ന് ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാലിയോലിത്തിക് ഏജ് നമ്മൾ പറഞ്ഞു, മെസോലിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗം പറഞ്ഞു. ഈ സമയത്തൊക്കെ വേട്ടയാടൽ, ശേഖരണം, മീൻപിടുത്തം ഇതൊക്കെയായിരുന്നു ഉപജീവന മാർഗം. പക്ഷേ നവീന ശിലായുഗമാകുമ്പോഴത്തേക്കോ അവർ ഒരു സ്ഥലത്ത് സ്ഥിര താമസമാക്കാൻ വേണ്ടി തുടങ്ങി. അതിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന്? ഒന്ന് കൃഷിയുടെ ആരംഭമായിരുന്നു. ഓക്കെ അല്ലേ? രണ്ടാമത്തേത് മൃഗങ്ങളെ ഇണക്കി വളർത്തലുമായിരുന്നു. ഓക്കെ അല്ലേ? കൃഷിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കാളകളെയും പശുവിനൊക്കെ എന്ത് ചെയ്യും? അവർ ഇണക്കി വളർത്തിയിരുന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ കൃഷി നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, ഒരുപാട് രാജ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. തുർക്കിയുണ്ട്, അല്ല ഇറാനുണ്ട്, ഇറാഖുണ്ട് അല്ലേ? ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു എന്താണ് ചുവന്ന കുത്തുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? ഇതൊക്കെ ആ സമയത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃഷി ആരംഭിച്ചിട്ടുള്ള പ്രദേശങ്ങളാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെയാണ്? ഈ ഒരു ലെവലിൽ ഇങ്ങനെയാണെന്നുള്ളത് അല്ലേ? ഒരു ചന്ദ്രക്കല പോലെ കാണുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു സൈറ്റുകളെ പുരാവസ്തു ഗവേഷകർ ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന പേരിലാണ്, അഥവാ ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല എന്നാണ് ഈ ഒരു പ്രദേശത്തിനെ ആര് വിശേഷിപ്പിക്കുന്നത്? പുരാവസ്തു ഗവേഷകന്മാർ വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് കൃഷി കണ്ടെത്തിയുള്ള പ്രദേശമാണ് ഈ ഒരു ചന്ദ്രക്കലയുടെ രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി മൃഗങ്ങളെ ഇണക്കി വളർത്താനും അതേപോലെ തന്നെ കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെ? മക്കളെ ഓർത്ത് വെച്ചോ, ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തി വെച്ചോ. ഇമ്പോർട്ടൻ്റ്, നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. മൃഗങ്ങളെ ഇണക്കാനും കൃഷി ആരംഭിക്കാനും അവരെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം എന്താണ്? ജനസംഖ്യ വർധനവ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ വർദ്ധിക്കുമ്പോൾ അവർ കൃഷി ഒന്നുകൂടി വ്യാപിപ്പിക്കേണ്ടി വരും. നിങ്ങളുടെ കുടുംബത്തിൽ 4 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഒരു ദിവസം ഇത്ര ചോറ് മതി എന്നൊരു കണക്കുണ്ടാവില്ല നിങ്ങൾക്ക്? ഉണ്ടാവും. ഇനി വിരുന്നുകാരായിട്ട് ഒരു 4 ആൾക്കാർ കൂടെ ആഡ് ചെയ്യപ്പെടുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ, നിങ്ങൾ സ്ഥിരം വെക്കുന്ന ആ ഒരു ചോറിൻ്റെ അളവ് മാത്രം മതിയോ? പോരാ അല്ലേ? അതിനേക്കാളും കുറച്ചുകൂടി എന്ത് ചെയ്യണം? ചോറ് എക്സ്ട്രാ വെക്കേണ്ടി വരും. അതേപോലെ ജനസംഖ്യാ വർധനവുണ്ടായ സമയത്ത് കൃഷിയും എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? അന്ന് ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് വ്യാപിപ്പിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുള്ള വർധന എന്ന് പറഞ്ഞതാണ്. ചെറിയ ചെറിയ കുഞ്ഞു കാർഷിക ഗ്രാമങ്ങൾ എന്താണ് ഓരോരോ ഭാഗത്ത് ഇങ്ങനെ വളർന്നു വരാൻ വേണ്ടി തുടങ്ങി. ഇതും എന്തിന് കാരണമായി? കൃഷി വളരാൻ കാരണമായി. ഞാൻ ഇവിടെ പറഞ്ഞൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാർഷിക ഗ്രാമങ്ങൾ. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? അത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം മൂന്നാമത്തെ എന്താണ്? സങ്കീർണമായിട്ടുള്ള സാമൂഹിക സംഘാടനം അല്ലേ? ഓരോരോ ഗ്രാമത്തിലും ഈ രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ അങ്ങ് വളർന്നു വരാൻ വേണ്ടി തുടങ്ങി. എന്ന് പറഞ്ഞാൽ കുഞ്ഞു സമൂഹങ്ങളായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? മനുഷ്യന്മാർ ഓരോരോ പ്രദേശങ്ങൾ ഇങ്ങനെ താമസിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. നാലാമത്തേത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ്. അഞ്ചാമത്തേത് സാങ്കേതിക വിദ്യയിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മൃഗങ്ങളെ ഇണക്കി വളർത്തി കൃഷി ആരംഭിച്ചു. കൃഷി ആരംഭിക്കാൻ വേണ്ടിയിട്ട് മുമ്പൊക്കെ എങ്ങനെയാണെന്നറാ
അല്ലേ? ആദ്യകാലങ്ങളിലൊക്കെ അവർ ഈ കൽമഴു പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഭൂമി അങ്ങ് എന്ത് ചെയ്യും, അല്ലേ, ഉഴുത് മറിക്കുകയാണ് ചെയ്യുക. പക്ഷേ സാങ്കേതിക വിദ്യയിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, കാളകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കലപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിലം ഉഴുത് മറിക്കാൻ വേണ്ടി തുടങ്ങി. അതാണ് സാങ്കേതിക വിദ്യയിലുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ഇനി ഇതൊക്കെയാണ് ആദ്യകാലത്ത് ആ ഒരു സമയത്ത് മനുഷ്യന്മാർ ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ടൂൾസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇനി അതിൻ്റെ സവിശേഷത, നവീന ശിലായുഗത്തിൻ്റെ പ്രധാനപ്പെട്ടുള്ള സവിശേഷതയാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്താണെന്ന്, കൃഷി ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ അല്ലേ? കൃഷി ആരംഭിച്ചോട് കൂടിയിട്ട് എന്തുണ്ടായി, സ്ഥിരവാസം ഉണ്ടായി, അല്ലേ? സ്ഥിരവാസം ആരംഭിച്ചു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കൃഷിയും സ്ഥിരവാസവും ഉണ്ടായതോട് കൂടിയിട്ട് എന്ത് അങ്ങ് ശക്തിപ്പെടാൻ വേണ്ടി തുടങ്ങി, ഇങ്ങനെയുള്ള കാർഷിക ഗ്രാമങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. അതായത് മനുഷ്യന്മാർ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക, സ്ഥിരതാമസം ആരംഭിച്ചു. അവരൊക്കെ കൃഷിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇതെന്തിന് കാരണമായി, കാർഷിക ഗ്രാമങ്ങൾ വളരാൻ കാരണമായി. ഓക്കെ അല്ലേ? അപ്പോൾ കാർഷിക ഗ്രാമങ്ങൾ വളർന്ന് വരാൻ കാരണമായി. സ്വാഭാവികമായിട്ടും കൃഷി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, അങ്ങ് അല്ലേ, ഉയർന്നങ്ങ് വരും, അല്ലേ? സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാർഷിക വിളകളും കാര്യങ്ങളൊക്കെ അങ്ങ് ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് മൺപാത്രങ്ങൾ അവരെന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ അല്ലേ? മൺപാത്ര നിർമ്മാണം ഒക്കെ ഉണ്ടായി. അതേപോലെ തന്നെ ഇഷ്ടിക, ചുട്ട ഇഷ്ടികകൾ, ഓക്കെ അല്ലേ, ഇഷ്ടികകളൊക്കെ എന്താണെന്ന് അവർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ധാന്യങ്ങൾ ഒരുപാട് ഉണ്ടായതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, മിച്ചോൽപാദനം ഉണ്ടാവും, അല്ലേ? എന്താണ് മിച്ചോൽപാദനം ഉണ്ടായി? എന്താ ഈ മിച്ചോൽപാദനം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ധാന്യങ്ങൾ നമ്മൾ ശേഖരിച്ച് വെച്ചതിന് ശേഷമുള്ള ബാക്കി വരുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരു 100 കിലോ തക്കാളി നമ്മൾ ഉണ്ടാക്കി വിചാരിക്കുക, ഒരു ഫാമിലിയിലുള്ള 4 ആൾക്കാർ ചേർന്നിട്ട് 100 കിലോ തക്കാളി ഉണ്ടാക്കി. എടോ, ഒരു കുടുംബത്തിന് എത്ര തക്കാളിയാണ് വേണ്ടത്? കുറച്ച് തക്കാളി പോരെ, അല്ല? ഒരു ദിവസം ഉപയോഗിക്കാൻ കുറച്ച് തക്കാളി മാത്രം മതി. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള കാര്യം എന്ത് ചെയ്യും, അതാണ് മിച്ചോൽപാദനം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, പിന്നീട് നമ്മൾ വിൽക്കും, അല്ലേ? അപ്പം മിച്ചോൽപാദനം എന്തായി, സാധ്യമായി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. മിച്ചോൽപാദനം സാധ്യമായതോട് കൂടിയിട്ട് ജനങ്ങൾ കൃഷിയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഒന്ന് സൈഡാക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് കൃഷിയിൽ നിന്നും മാറിയിട്ട് ആര് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുന്നത്, മനുഷ്യന്മാർ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മിച്ചോൽപാദനം സാധ്യമായതോട് കൂടിയിട്ട് സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, മറ്റ് തൊഴിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, നെയ്ത്ത് പോലെയുള്ള കാര്യങ്ങൾ, നെയ്ത്ത്, അല്ലേ? നെയ്ത്ത്, അതേപോലെ തന്നെ എന്താണ്, കളിമൺ പാത്ര നിർമ്മാണം, അല്ലേ? പാത്രങ്ങൾ എന്ത് ചെയ്യുക, നിർമ്മിക്കുക. ഇങ്ങനെയുള്ള ജോലികളിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ ഏർപ്പെടാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് പ്രകടമാവാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു മാറ്റത്തിനെയാണ് മക്കളെ ഗോർഡൻ ചൈൽഡ് എന്ത് പേരിട്ട് വിളിച്ചത്, നവീന ശിലായുഗ വിപ്ലവം എന്ന പേരിട്ട് വിളിച്ചത്. ഓക്കെ അല്ലേ? നവീന ശിലായുഗ വിപ്ലവം. അല്ലാണ്ട് അദ്ദേഹം വെറുതെ വിളിച്ചതല്ല, അല്ലേ? ഈ ഇത്രയും വലിയ മാറ്റമാണിതെന്ന് നവീന ശിലായുഗ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇതേപോലെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ്. തൊട്ട് താഴെ നിന്നാണ് ചെറിയൊരു കോളൊക്കെ കാണാൻ പറ്റും. അതെന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? നമ്മളിവിടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ ഭാഗത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് ഉള്ളത് ഇവിടെ പൂരിപ്പിക്കേണ്ടുന്നത്, അല്ലേ? മൃഗങ്ങളെ ഇണക്കി വളർത്തി സ്ഥിരവാസം ആരംഭിച്ചു, അല്ലേ? കാർഷിക ഗ്രാമങ്ങളുണ്ടായി, ധാന്യ സംഭരണം സാധ്യമായി, കാർഷിക രംഗത്ത് മിച്ചോൽപാദനമുണ്ടായി, കളിമൺ പാത്രങ്ങൾ, നെയ്ത്ത്, ഇതൊക്കെ മറ്റ് ഉപജീവന മാർഗമായിട്ട് അവർ കൊണ്ടുവന്നു. ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ തൊട്ട് താഴെ ചെറിയൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നവീന ശിലായുഗ കേന്ദ്രങ്ങളാണത്. ആ സൈറ്റ് ഏതൊക്കെ രാജ്യങ്ങളിലാണ് അതും ഞാൻ എന്തിട്ടുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയേ, ജെറീക്കോ എവിടെയാണ്, പാലസ്തീൻ. ജാർമോ എവിടെയാണ്, ഇറാഖ്. അലിഘോഷ് എവിടെയാണ്, ഇറാനിൽ. മെഹർഗഡ് എവിടെയാണ്, പാകിസ്ഥാൻ. ഓക്കെ അല്ലേ? ഇതുകൂടെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിച്ച് വെക്കുക. ഞാൻ ജസ്റ്റ് ചെറിയൊരു കോഡ്, ഒരു 4 സാധനം ഓർക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു കോഡ് ഞാൻ പറഞ്ഞു. നോക്കിയാൽ ഇപ്പം ജെറി പാലയിൽ ജാറ് ഇറക്കി വെച്ചു. ജാറ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഗ്ലാസിൻ്റെ ജാറൊക്കെ ഉണ്ടാവില്ലേ, അത് ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. ജെറി പാലയിൽ ജാറ് ഇറക്കി വെച്ചു. ഓക്കെ അല്ലേ? ജെറീക്കോ, പാല് പാലസ്തീൻ, ജാറ് ജാർമോ, ഇറക്കി വെച്ചു.
ഇറാഖ്. ഓക്കെ അല്ലേ? അപ്പോൾ ജെറീക്കോ പാലസ്തീൻ, ജാർമോ ഇറാഖ്. അലിഘോഷും മെഹർഗഡും എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ എന്താണ് കോഡ് ഉണ്ടാക്കുക, അതൊന്ന് കമൻറ്റിലൊന്ന് എന്ത് ചെയ്യുക, പറയുക കേട്ടോ. അപ്പോൾ ഇത്ര പോലെയാണ് എന്തെന്ന് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റ് സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക, ഒന്ന് കാര്യമായിട്ട് പരിഗണിക്കുക. ഓക്കെ.